കണ്ണൂർ ജില്ലയിൽ ചെമ്പേരിക്കടുത്ത് കംപ്ലാരി ശ്രീ മൂത്ത ഭഗവതി കടോത്തി ക്ഷേത്രത്തിൽ കെട്ടിയാടപ്പെട്ട മുതലത്തെയ്യം. പണ്ടൊരിക്കൽ കുത്തിയൊഴുകുന്ന മലവെള്ളപ്പാച്ചിലിൽ കരകവിഞ്ഞൊഴുകുന്ന ചുഴലിക്കടുത്തുള്ള തൃപ്രാണ്ടറത്ത് കടവ് അക്കരെ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ നിത്യപൂജ ചെയ്യുന്ന ശാന്തിക്കാരന് പോകാൻ ഒരു നിർവാഹവുമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു മുതല അവിടെ പ്രത്യക്ഷപ്പെടുകയും ശാന്തിക്കാരനെ മുതലയുടെ പുറത്ത് കയറ്റി ക്ഷേത്രത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശാന്തിക്കാരന് പൂജാതി കർമ്മങ്ങൾ സമയത്തു തന്നെ ചെയ്തു തീർക്കാൻ സാധിച്ചു. അവിടെ മുതലയായി പ്രത്യക്ഷപ്പെട്ടത് തൃപ്രാണ്ടറത്ത് ദേവിയാണെന്നാണ് ഐതിഹ്യം. മുതലത്തെയ്യത്തിൻ്റെ പുരാവൃത്തം ശ്രീ നാരായണൻ പെരിഞ്ചെല്ലിയിൽ നിന്നും കേൾക്കാം. മുതലത്തെയ്യം മുതലിൻ്റെ കേസിൽ വന്നത് ആണ് മുതലത്തെയ്യം. തൃപ്പാണ്ടമ്മ തൃപ്പാട്ട് കിടക്കുന്നു. അവിടെ തൃപ്പാണ്ടമ്മ എന്നാണ് വരിക വിളിച്ചു കിട്ടുന്നത് എല്ലാം. അപ്പോൾ അവിടെ ഭയങ്കര മഴ, ആ സമയത്ത് മഴ ഭയങ്കരമായി പെയ്ത് ശാന്തി പൂജത്തിന് വേണ്ടി വന്ന നമ്പൂതിരിമായിരുന്നു. നമ്പൂതിരിയാണ് ചുഴലി അമ്പലത്തിൽ. അപ്പോൾ പിന്നെ അക്കരെ കിടക്കണം. അപ്പോൾ ഈ ചുഴലി അമ്മയ്ക്ക് താങ്ങും ഇതിനെ കഴിഞ്ഞാൽ എനിക്കെന്താ തരുവാ, ഞാൻ നനയ്ക്കാതെ അക്കരെ കിടത്താന്ന് പറയുന്നു. അപ്പോൾ ചുഴലിപ്പതി അമ്മയ്ക്ക് താങ്ങും കൂട്ടി കഴിഞ്ഞാൽ എനിക്കും തരുമോ അതിലൊരു വീതം എന്ന് ചോദിക്കുന്നത്. തരാം എന്ന് പറഞ്ഞപ്പോൾ നനയ്ക്കാതെ അക്കരെ കിടത്തി. പിന്നെ വിത്തും വഴിപാട് ചുഴലിപ്പതി അമ്മയ്ക്ക് വിത്തും വഴിപാട് കൊടുക്കാൻ വേണ്ടി അത് തോയാട്ട് കിടാവുന്ന തോയാട്ട് കിടാവ് വരും. അപ്പോഴും ഈ വെള്ളം കൊണ്ടുകൊണ്ട് മുതല പറഞ്ഞതിന് എൻ്റെ നല്ല തുറവാളും പിടിച്ച് നിൽക്കാതെ നനയ്ക്കാതെ അക്കരെ പഠിച്ചാൽ എനിക്കെന്താ തീരുമാനം. ആ ചുഴലിപ്പതി അമ്മയ്ക്ക് വിത്തും വഴിപാടും കൊടുത്ത് ഒപ്പിച്ചതിന് ശേഷം ഈ തോയാട്ട് കിടാവ് പോകുമ്പോൾ തോയാട്ട് കിടാവിൻ്റെ കൂടവയ്യേ പോയി എന്നാണ് പറയുന്നത്. പട്ടണം. അപ്പം അവർക്ക് ഉറക്കത്തിൽ ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ ഉറക്കത്തിൽ സ്വപ്നത്തിൽ എല്ലാം കാണിച്ചു കൊടുക്കുന്നത് ഇന്ന വേണം, ഈ പാള വേണം, ഒറ്റപ്പെട്ട് കൗങ്ങിൻ്റെ ഉള്ളിൽ പാളയും പിന്നെ 7 തട്ടി 7 തിരിച്ചട്ടി മുളച്ചപ്പാടിൻ്റെ വേണം എല്ലാം പറഞ്ഞു കൊടുക്കും. ഈ കെട്ടാൻ ആണ് വേണ്ടത്. ഈ തോയാട്ട് തെയ്യം കെട്ടുക, തോയാട്ട് ഇടാൻ തെയ്യം കെട്ടുക. അപ്പോൾ തെയ്യം കെട്ടാൻ തെയ്യം കെട്ടാൻ അതിന് വെഞ്ചിലുമായിരുന്നു കാണും. ഇത് മയ്യനെ. അതാണ് മുതലത്തെയ്യത്തിൻ്റെ ചരിത്രം. അത് ആദ്യം കെട്ടിയത് വെഞ്ചിലുമായില്ലാവും.
പിന്നീട് തൃപ്രാണ്ഡ്രമ്മയ്ക്ക് പ്രതിഫലമെന്നോണം പൂജയും നിവേദ്യങ്ങളും സമർപ്പിക്കുന്നതിന് ആദി തോയാടന് നിയോഗം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. തൃപ്രാണ്ഡ്രമ്മയുടെ തെയ്യക്കോലം ആദ്യമായി കെട്ടിയാടിയത് മാവിലൻ സമുദായത്തിൽപ്പെട്ട പെരിഞ്ചില്ലി കാരണവരാണത്രേ. കോലധാരി ശ്രീ നന്ദലാൽ പയ്യാവൂർ. എൻ്റെ പേര് നന്ദലാൽ പയ്യാവൂരാണ് താമസം. ഈ വർഷം കംപ്ലാരി മൂത്തഭഗവതി കൊടിയാളി ക്ഷേത്രത്തിലെ തൃപ്രാണ്ഡ്രമ്മയുടെ മുതലത്തെയ്യത്തിൻ്റെ കോലം ധരിക്കാനുള്ള നിയോഗം എനിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഈ മുതലത്തെയ്യത്തിൻ്റെ കോലം ധരിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതൊരു അനുഗ്രഹം, മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതെൻ്റെ ഇത് പഠിപ്പിച്ചത് ഗുരുസ്ഥാനത്തുള്ളത് കുന്നത്തൂർ പാലാടുള്ള കക്കോപ്പുറം കുഞ്ഞിരാമനും ബാലകൃഷ്ണൻ കക്കോപ്പുറവനുമാണ് ഈ മുതലത്തെയ്യത്തിനായിട്ടുള്ള ആ ചടങ്ങുകളും തോറ്റമ്പാട്ടും എല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്.